ഗാസയിൽ ഭക്ഷ്യവസ്തുക്കൾ എയർഡ്രോപ്പ് ചെയ്ത് അമേരിക്ക. 38,000 ഭക്ഷണപ്പൊതികളാണ് US മിലിറ്ററിയുടെ 3 C-130 വിമാനത്തിൽ വിതരണം ചെയ്തത്. ഭക്ഷണത്തിനായി കാത്തുനിന്ന ജനങ്ങൾക്കു നേരെ ഇസ്രായേൽ സേന വെടിയുതിർത്ത് 115 പേർ കൊല്ലപ്പെട്ടിരുന്നു. വെടിവയ്പിനെ തുടർന്ന് ഇസ്രായേലിനെതിരെ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ കടുത്ത വിമർശനവും ഉയർന്നു. ഇസ്രായേലിന് നൽകുന്ന പിന്തുണയിൽ US-നെതിരെയും വിമർശനം ഉയർന്നതിന് പിന്നാലെയാണ് ഗാസയിലേക്ക് ഭക്ഷ്യവസ്തുക്കൾ എയർഡ്രോപ്പ് ചെയ്യുമെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ കഴിഞ്ഞ ദിവസം അറിയിച്ചത്. ചരിത്രത്തിലെ ഏറ്റവും വലിയ മാനുഷിക പ്രതിസന്ധിയുടെ വക്കിലാണ് ഗാസ ഇപ്പോൾ. ജോർദാനും ഗാസയ്ക്കും ഭക്ഷ്യവസ്തുക്കൾ നൽകുന്നുണ്ട്. ഗാസയിലെ പ്രതിസന്ധി തീർക്കാൻ എയർഡ്രോപ്പ് കൊണ്ട് സാധിക്കുമെന്നാണ് അമേരിക്കയുടെ അവകാശവാദം. എന്നാൽ ഇതുവരെ എയർഡ്രോപ്പ് എവിടെയും പൂർണ്ണമായി വിജയിച്ചിട്ടില്ലെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. നിലവിലുള്ള പ്രതിസന്ധി പരിഹരിക്കുന്നതിന് അതിർത്തികൾ തുറന്ന് ഗാസയിലേക്ക് സഹായം എത്തിക്കുകയാണ് വേണ്ടതെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.